ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരനുഭവമാണ് പറയാൻ പോകുന്നത് കേട്ടോ. എൻ്റെ പേര് അഞ്ജു. ക്ഷേത്രത്തിൽ പോകാറുണ്ടെങ്കിലും കണ്ണനോട് ഈ അടുത്ത കാലത്താണ് എനിക്ക് ഏറെ ഇഷ്ടം തോന്നി തുടങ്ങിയത്. പലരും കൃഷ്ണാനുഭവങ്ങൾ പറയുമ്പോൾ എനിക്കിതുവരെ അനുഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഗുരുവായൂർ പോകാൻ അവസരങ്ങൾ ഭഗവാനായി തന്നു. വീണ്ടും വീണ്ടും കണ്ണനെ കാണാൻ ഓടിയെത്താൻ എനിക്കും വല്ലാത്ത ആഗ്രഹമായി. അങ്ങനെ ഒരു ദിവസം വല്യമ്മച്ചിക്കും ചേട്ടനും ചേച്ചിക്കും മോനും ഒപ്പം ഗുരുവായൂരിലെത്തി. ശ്വാസം മുട്ടും അലർജിയും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കാറിലെ AC-യിലിരുന്നപ്പോൾ ശ്വാസമുട്ട് ഒന്നുകൂടി കൂടിയതായി തോന്നി. ഞാനത് കാര്യമാക്കിയില്ല. അങ്ങനെ ഗുരുവായൂരെത്തി കണ്ണനെ കണ്ടു. മമ്മിയൂരപ്പനെയും തൊഴുത് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി. ശ്വാസമുട്ട് കൂടിക്കൂടി വന്നു. കണ്ണാ, എനിക്ക് തീരെ വയ്യ. ഇവിടുന്ന് പോകുന്നവരെയെങ്കിലും എൻ്റെ ശ്വാസം മുട്ട് മാറ്റിത്തരണേ കണ്ണാ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രദക്ഷിണം ചെയ്ത് നടന്നു പോകുമ്പോൾ ചേച്ചിയും ചേട്ടനും മോനും വല്യമ്മച്ചിയും മുമ്പേ നടന്നുപോയി. അപ്പോൾ അവിടുത്തെ തിരുമേനി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ തൈര് പോലുള്ള ഒരു പ്രസാദം തന്നിട്ട് കഴിച്ചുകൊള്ളാൻ പറഞ്ഞു. ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ആർക്കെങ്കിലും ഈ പ്രസാദം കിട്ടിയോ എന്ന്. ഇല്ലെന്ന് ചേച്ചി പറഞ്ഞു. എന്നെക്കാൾ മുൻപ് നടന്നു പോയവർക്കാർക്കും കിട്ടാത്ത ആ പ്രസാദം കഴിച്ചപ്പോൾ എനിക്ക് ശ്വാസം മുട്ടലിന് നല്ല കുറവ് വന്നിരുന്നു. എൻ്റെ വയ്യായ്മ കണ്ട്, സങ്കടം കണ്ട് കണ്ണൻ എനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്നതല്ലേ ആ പ്രസാദം. എത്ര നല്ല അനുഭവം അല്ലേ? എല്ലാം ഭഗവാന്റെ ലീലകളല്ലേ കണ്ണാ. ഇങ്ങനെ വിളിക്കുന്നവരുടെ എല്ലാം പ്രാർത്ഥന കേൾക്കുന്ന അങ്ങയുടെ കൃപാകടാക്ഷം ഓരോ ഭക്തനും അവരുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഇനിയും ഇനിയും ഭഗവത് സ്നേഹത്തിനായി കാത്തിരിക്കുന്നു. കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഭഗവത് നിയോഗമായി കരുതി ഞാനതിവിടെ പറയാം. രാധേശ്യാം.